ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ്. അപ്പോൾ ഉസ്ബെക്ക് കാഴ്ചകളുടെ മൂന്നാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് കുറേ അധികം വേറെ പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ബിസി ആയിരുന്നു. അതുകൂടാതെ ഒരു വലിയൊരു പനിയും കാര്യങ്ങളൊക്കെ പിടിപെട്ട് അതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവറായി വന്നത് ഇപ്പോഴാണ്. അതുകൊണ്ടാണ് ഇത്രയും ഉസ്ബെക്കിൻ്റെ മൂന്നാം എപ്പിസോഡ് ലേറ്റ് ആയത്. നമ്മൾ ഉസ്ബെക്ക് കാഴ്ചകളിലൊക്കെ കിട്ടുന്ന ആ ഒരു സ്വീകാര്യത ഇച്ചിരി കുറവാണ് മറ്റേ നമ്മളുടെ കസാക്ക് കാഴ്ചകളിലെ വെച്ച് നോക്കുമ്പോൾ. എനിക്ക് തോന്നുന്നു അതിൻ്റെ മെയിൻ കാരണം ഉസ്ബെക്കിസ്ഥാനിലേക്ക് വരാനായിട്ട് നമുക്ക് ഒരു വിസയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും കുറച്ചുകൂടെ ഫോർമാലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ആൾക്കാർ ഈ ഒരു രാജ്യം കൂടുതൽ പ്രിഫർ ചെയ്യാത്ത എന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമുള്ള കുറച്ച് സ്റ്റെപ്സാണ്. അത് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഓൺലൈനിൽ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉസ്ബെക്കിസ്ഥാനിലേക്കുള്ള വിസയുടെ റിലേറ്റഡ് ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്നെ ഒന്ന് കമൻസിൽ എഴുതി അറിയിച്ചാൽ മതി. ഞാൻ നിങ്ങളെ വിളിക്കാം, എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടത്ര സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ഒരു രാജ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു രാജ്യമാണ്. നമ്മളുടെ തുർക്കി ഫുഡും പിന്നെ യൂറോപ്യൻ സ്റ്റൈൽ ഓഫ് ലിവിങ്ങും കാണാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി രാജ്യമാണ്. അതുകൂടാതെ കസാക്കിസ്ഥാനെ വെച്ച് നോക്കുമ്പോൾ ഉസ്ബെക്കിസ്ഥാനിൽ നിങ്ങൾക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അടിച്ചു പൊളിച്ച് ചിലവാക്കി തിന്ന് കുടിച്ച് ആഘോഷിച്ച് പോവാം എന്നുള്ളൊരു രാജ്യമാണ്. അപ്പോൾ ഇതെന്തായാലും ഒരു ഡെഫിനറ്റ്ലി മസ്റ്റ് ട്രൈ ഫോർ ഫാമിലീസാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു എന്തെങ്കിലുമൊക്കെ കഴിക്കണം, കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ ന്യൂ ഇയർ ഇവൻറ്റിന് പോകണമെന്ന്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ നേരത്തെ തന്നെ കട പൂട്ടുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നു ഇറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്നുള്ളത്. അതുകൂടാതെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഒരു പുതുതായിട്ട് വന്ന കുറച്ച് ബാച്ചുലേഴ്സ് 2-3 പേര് ഫുഡ് കിട്ടാതെ നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങൾക്കും ഫുഡൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മേടിച്ച് വയ്ക്കും വീട്ടിൽ തന്നെ, റൂമിൽ തന്നെ. അതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര പേടിയില്ല, തിരിച്ചു വന്നായാലും ഫുഡ് കഴിക്കാമല്ലോ എന്നുള്ള ആ ഒരു ഇതിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷേ ഇവിടെ നമ്മൾ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ഇന്ന് പതിവിൽ നേരത്തെ കൂട്ടി അടച്ച കടകളൊക്കെ ഇവിടെ സ്റ്റോളുകളായിട്ട് ഈ മൈതാനത്ത് പ്രസൻ്റാണ്. വലിയ രീതിയിലുള്ള ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കൂടുതലും കുട്ടികൾക്ക് വേണ്ടിയുള്ള പെർഫോമൻസുകളാണ് സ്റ്റേജിൽ നടക്കുന്നത്. അപ്പോൾ പലതരം കാർട്ടൂൺ ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ നേരമൊക്കെ കണ്ടു നിന്നു. 12 മണിയാകുമ്പോൾ ആ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ കണ്ട് സന്തോഷത്തോടു കൂടി എല്ലാവർക്കും പിരിയാം എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടും ഈ പ്രോഗ്രാംസ് എൻഡ് ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലെ വരെ മൊത്തം പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ എന്തായാലും കുറേയൊക്കെ കണ്ട് ഞങ്ങൾ തീരുമാനിച്ചു തിരിച്ചു പോകാമെന്ന്. കാരണം ഒരു 2-2.5 കിലോമീറ്റർ ഉണ്ട് വീട്ടിലോട്ട്, നമ്മളുടെ ഇപ്പോൾ സ്റ്റേ ചെയ്യുന്ന ആ റൂമിലോട്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ ടാക്സിയും കാര്യങ്ങളൊക്കെ എടുത്ത് പോകേണ്ടി വരും. പെട്ടെന്ന് പോയില്ലെങ്കിൽ ചിലപ്പോൾ ടാക്സിക്കാരും ഉണ്ടാവില്ല, പിന്നെ നടക്കേണ്ടി വരും. അപ്പോൾ അന്യരാജ്യം ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് എപ്പോഴും കെയർഫുള്ളായിരിക്കും. ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് പ്രശ്നമില്ല, പക്ഷേ നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ട് നേരത്തെ എത്താനൊക്കെ നോക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വഴിയിൽ നിന്ന് കുറച്ച് സ്റ്റോളുകളിൽ നിന്ന് കാപ്പിയും പിന്നെ നമ്മളുടെ തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടി കാപ്പിയും പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലെത്തി കിടന്നുറങ്ങി രാവിലെ ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ 12-1 മണിയൊക്കെ ആയിട്ട് കിടന്നതുകൊണ്ട് തന്നെ രാവിലെ എന്ന് പറയുന്നത് ഒരു 10 മണി 11-10:30 ഒക്കെ ആയിട്ടുണ്ട് സമയം. പക്ഷേ ഇന്ന് നോക്കുമ്പോഴാണെങ്കിൽ ഭയങ്കര ഡ്രൈ. ഇന്ന് ഒരു സാധനവും ഇല്ല, ഒരു കടകളും ഇല്ല, ഒന്നുമില്ല.
അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല. എന്താവും എന്തോ എന്ന് അറിയില്ല. എന്നാലും എവിടെയെങ്കിലും പോവാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. പക്ഷേ റോട്ടിലൊന്നും ഒരാളുമില്ല. എല്ലാവരും ന്യൂ ഇയർ ആഘോഷവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ കടകളും പൂട്ടിയിട്ടേക്കാണ്. റോട്ടുകളിൽ ടാക്സികളില്ല. അപ്പോൾ ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു. ഹലോ ഗൈസ്, ന്യൂ ഇയർ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയത് ഒരു കടകളും ഇല്ല, ഒന്നുമില്ല. മൊത്തം അടച്ചിട്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 2 മണി, ഉച്ച 2 മണിയൊക്കെ ആകുമ്പോഴേ തുറക്കുള്ളൂ. ഞങ്ങളിപ്പോൾ ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയത്. ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ബസ്സിൽ കയറി. അപ്പോൾ ബ്ലാക്ക് കളർ ബസ്സുകളിൽ അവർ ക്യാഷ് ആക്സെപ്റ്റ് ചെയ്യില്ല. ഗ്രീൻ കളർ ബസ്സിലാണ് ക്യാഷ് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ കുറേ ദൂരം ഫ്രീ ആയിട്ട് വന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ 500 മീറ്റർ കൂടെ ഉള്ളൂ നടക്കാം. അങ്ങനെ നമ്മളിന്ന് ആദ്യമായിട്ട് പോകുന്ന ഈ പള്ളി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു റഷ്യൻ പള്ളിയാണ്. ഇവർ 1871 ബിൽഡ് ചെയ്തൊരു പള്ളിയാണ്. അപ്പോൾ ഈ 2 ലോകമഹായുദ്ധങ്ങളിലും ഈ പള്ളി നിലനിന്നിട്ടുണ്ട്. അതേസമയം തന്നെ ഈ പള്ളി ആ വാറിൻ്റെ സമയങ്ങളിൽ ഒരു മിലിറ്ററി ഹോസ്പിറ്റൽ ആയിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഓരോ യുദ്ധങ്ങൾക്ക് ശേഷവും അത് തിരിച്ച് പള്ളിയായിട്ട് തന്നെ തിരിച്ച് റീസ്റ്റോർ ചെയ്യും. അത് കഴിഞ്ഞ് 2ാമത്തെ ലോകമഹായുദ്ധം വന്നപ്പോഴും അതേ ഇവരുടെ ഒരു മിലിറ്ററി ഹോസ്പിറ്റലായിട്ട് മാറുകയായിരുന്നു ഈ ചേർച്ച്. ഞങ്ങൾ ഇന്ന് ഈ പള്ളി വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്ക സ്ഥലങ്ങളും ക്ലോസ്ഡാണ്. അപ്പോൾ പള്ളിയെങ്കിലും ഓപ്പൺ ആയിരിക്കും എന്ന് വെച്ചിട്ടാണ് അവിടെ വന്നത്. പക്ഷേ പള്ളിയും ഇപ്പോൾ ക്ലോസ്ഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അധികം ദൂരമില്ലാത്ത ഒരു നമ്മളുടെ മെട്രോ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഒയ്ബെക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെട്രോ സ്റ്റേഷനാണിത്. അപ്പോൾ ഇവിടുത്തെ ഓരോ മെട്രോയും ഓരോ പ്രത്യേകതയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ മെട്രോ സ്റ്റേഷൻ കാണാൻ വേണ്ടി വന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഒരു ട്രെയിൻ പിടിച്ച് എവിടെയെങ്കിലുമൊക്കെ പോവാം എന്ന് വിചാരിച്ചാണ് ഞങ്ങളുടെ നിൽപ്പ്. ഭയങ്കര വില കുറവാണ്. 1400 സോം എന്തോ ഉള്ളൂ ഒരു ട്രാവലിന്. അതായത് നമ്മളുടെ നാട്ടിലെ 10 രൂപയാണ് ഒരു ട്രിപ്പിന് വരുന്നത്. അത് നമ്മൾ എവിടേക്ക് യാത്ര ചെയ്യുകയാണെങ്കിലും ആ 10 രൂപ തന്നെയുള്ളൂ. അപ്പോൾ കസാക്കിസ്ഥാനിൽ നമ്മൾ കണ്ടായിരുന്നു, നമ്മളുടെ ട്രെയിനൊക്കെ പുതുതായിരുന്നു. പുതിയ തരം ട്രെയിനുകളും കാര്യങ്ങളായിരുന്നു. സ്റ്റേഷനൊക്കെ കുറച്ച് പഴയതും. എന്നാൽ ഇവിടെ രണ്ടും പഴയതാണ്. അപ്പോൾ പഴയകാല സോവിയറ്റ് യൂണിയൻ കാലത്ത് ഉണ്ടാക്കിയ അതേ മെട്രോ സാധനം തന്നെയാണ് ഇന്നും അത് അവരുപയോഗിക്കുന്നത്. ഇങ്ങനെ നമ്മളുടെ നാട്ടിലെ ഇന്ത്യൻ റെയിൽവേ ഒക്കെ പോലെ ആ ഒരു പഴമ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു സംഭവമായിരുന്നു. കാണാനൊക്കെ നല്ല വിൻറ്റേജ് ലുക്കും അടിപൊളിയൊക്കെ ആയിരുന്നു. ഒരു റീലൊക്കെ എടുക്കാൻ പറ്റിയൊരു സംഭവമായിരുന്നു. അപ്പോൾ ഇത് ഒരു മെട്രോയിൽ തന്നെ അടുത്ത ഗ്രൗണ്ട് ഫ്ലോറാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾക്ക് ഇനി നെക്സ്റ്റ് ട്രെയിൻ പിടിച്ച് പോകേണ്ടത്. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ പിടിച്ചെത്തിയത് നെക്സ്റ്റ് ടഷ്കെൻറ്റിൻ്റെ ഒരു വലിയൊരു മാളാണ്, ടഷ്കെൻ സിറ്റി മാള്. അപ്പോൾ ഇത് കാണാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെയും അതെ കുറേ ആൾക്കാരൊക്കെ വന്ന് പുറത്ത് നിൽക്കുന്നുണ്ട്. മാൾ ഓപ്പണല്ല. കൂടുതലും വിദേശികളാണ്. ഇവിടുത്തുകാർക്ക് അറിയായിരിക്കും ഇവിടെ റെഗുലർലി നമ്മളുടെ ന്യൂ ഇയറൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെയാണെന്ന് അറിയായിരിക്കും. പക്ഷേ വിദേശികൾ വന്നിങ്ങനെ നിൽക്കുവാണ്. അപ്പോഴും നമ്മളുടെ ഇതൊന്നും തുറന്നിട്ടില്ല. അതിന് ഞങ്ങൾ നെക്സ്റ്റ് തൊട്ടടുത്തുള്ള ഒരു മാജിക് സിറ്റി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ഇവിടെയെങ്കിലും തുറന്നുണ്ടാവണേ എന്നൊക്കെ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ ചെല്ലുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. കുറേ പേരൊക്കെ ഉള്ളിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് സമാധാനമായി, ഇന്ന് ഒരു സ്ഥലമെങ്കിലും കാണാമല്ലോ. ഈ മാജിക് സിറ്റി എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു മാള് പോലെ തന്നെയാണ്, പക്ഷേ ഒരു ഓപ്പൺ മാള് പോലെ. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു മാൻമെയ്ഡ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ചുറ്റുമാണ് ഇതിങ്ങനെ പല കടകൾ. ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഈ മാജിക് സിറ്റീനെ പറ്റി നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ടഷ്കൻഡിൽ ഒറ്റ ആളെ കണ്ടില്ലെങ്കിൽ കൂടെ മാജിക് സിറ്റി വന്നു കഴിഞ്ഞാൽ അവിടെ ടഷ്കൻഡുകാർ മൊത്തം അതിൻ്റെ ഉള്ളിലായിരിക്കും എന്നാണ് ഞങ്ങൾ കണ്ടത്. അതുകൊണ്ട് ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിട്ട് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നു എല്ലായിടത്തും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര രൂക്ഷമായിട്ട് നടക്കുന്നുണ്ട്. ജസ്റ്റ് പോലീസുകാർ നമ്മളുടെ ബാഗ് സ്കാൻ ചെയ്യും, പിന്നെ നമ്മളെയും സ്കാൻ ചെയ്തിട്ടൊക്കെ അകത്ത് കയറ്റുള്ളൂ, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറേ നേരം നടന്നും ഇതൊക്കെ ആയതുകൊണ്ട് എനിക്ക് നല്ലതായിട്ട് മുള്ളാനൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തേലും പെട്ടെന്ന് ഓടിക്കയറണമല്ലോ എന്ന് വെച്ചിട്ട് ഞാനൊരു KFC കയറി എന്തെങ്കിലും വാങ്ങിച്ചിട്ട് അവിടുത്തെ വാഷ്റൂം യൂസ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവിടുത്തെ KFC ഒക്കെ ഒന്ന് കഴിക്കുകയും ചെയ്യാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ KFC കയറി. ഒരു റാപ്പാണ് ഫസ്റ്റ് വാങ്ങിച്ചത്. അപ്പോൾ റാപ്പ് അത്യാവശ്യം ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ നാട്ടിലെ പോലെ എരിവൊന്നും ഉണ്ടായിരിക്കില്ല KFCയിൽ. ഇവിടെ എല്ലാം നോർമൽ പ്ലെയിനായിട്ടാണ് ഉണ്ടാക്കുക, സോൾട്ട് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറി പഫാണ്. ഇത് നമ്മളുടെ നാട്ടിലൊന്നും ഇല്ലാത്തൊരു സംഭവമാണ്. നമ്മളുടെ നാട്ടിലെന്തോ ഈ ഒരു സംഭവം ബാൻഡാണ്. ഞാൻ പല ദുബായ് വീഡിയോയിൽ ഒക്കെ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ ഒരു മാള്. ഇങ്ങനെ വെന്നിസിൽ എങ്ങനെയാണോ ഇതിങ്ങനെ വെള്ളം കനാലുകളിലൂടെ ബോട്ടുകളൊക്കെ പോകുന്നത്, ആ ഒരു മാതൃകയിൽ ഉണ്ടാക്കിയൊരു മാള് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ തന്നെ ഒരു ടഷ്കൻഡിലുള്ള ഒരു മാളാണിത്. ഇത് 2019 ശരിക്കും ഒഫീഷ്യലി ഓപ്പൺ ചെയ്തത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ എല്ലാ വിധ എൻ്റർടൈൻമെൻറ്റുകളും ഒരുക്കി വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണിത്, മാജിക് സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ പലതരം ഗെയിംസ് ഉണ്ട്, പിന്നെ അക്വേറിയംസ് ഉണ്ട്, ഹിസ്റ്റോറിക്കൽ പ്ലേസസ് കാണാനായിട്ടുള്ള രൂപങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കുട്ടികൾക്ക്. എന്നാൽ നമ്മളുടെ മുതിർന്നവർക്കാണെങ്കിൽ ഫുൾ ഷോപ്പിങ്ങിനുള്ള എല്ലാതരം കടകളും ഇതിലുണ്ട്. എല്ലാ ബ്രാൻഡ് സ്റ്റോഴ്സും, തുണികളാണെങ്കിലും സൂപ്പർ മാർക്കറ്റാണെങ്കിലും അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനുള്ള സ്പോട്ടുകളാണെങ്കിലും എല്ലാം ഉണ്ട്. എല്ലാ സാധനങ്ങളും ഒരുക്കി വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് മാജിക് സിറ്റി. അതുകൊണ്ട് തന്നെയാണ് ഈ ടഷ്കൻഡുകാർ മൊത്തം എപ്പോഴും സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മാജിക് സിറ്റിയിൽ വരാൻ കാരണം. കഴിഞ്ഞ ദിവസം മാജിക് സിറ്റിയിലും എന്തെങ്കിലും ന്യൂ ഇയർ പരിപാടികൾ ഉണ്ടായുണ്ടോ എന്നെനിക്കറിയില്ല. ഇവിടെ നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെയുണ്ട്. നമുക്ക് കൂടുതൽ ഈ ഇതിനെപ്പറ്റി അറിയാത്തതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ വരാഞ്ഞത്. ലൈബ്രറിയിൽ എന്തായാലും നാഷണൽ ലൈബ്രറിയുടെ അടുത്താണ് മെയിൻ ആഘോഷങ്ങളെന്ന് അറിയാം, അതുകൊണ്ട് അവിടെ പോയത്. ഇവിടേക്ക് കുറച്ചുകൂടെ ദൂരമുണ്ട്, ഒരു 7 കിലോമീറ്റർ 8 കിലോമീറ്റർ ഞങ്ങളുടെ റൂമിൽ നിന്നുണ്ട്. മറ്റേ നാഷണൽ മ്യൂസിയത്തിൻ്റെ അവിടെ നിന്ന് ഞങ്ങളുടെ അവിടേക്ക് ആകെ ഒരു 2 കിലോമീറ്റർ ഉണ്ടായുള്ളൂ. അപ്പോൾ എങ്ങനെയെങ്കിലും നടന്നായാലും തിരിച്ചെത്താം എന്നുള്ള വിശ്വാസത്തോണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. ഓരോരോ ചെറിയ ചെറിയ ഹട്ടുകളൊക്കെ പോലെ ഉണ്ടാക്കിയിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈ നമ്മളുടെ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ വൈഫിന് കുറച്ച് ക്രിസ്മസ് ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ മേടിച്ചു കൊണ്ടുപോകണമെന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, മേടിച്ചോ, നീ ധൈര്യമായിട്ട് മേടിച്ചോ, ഇനി പൈസയൊന്നും നോക്കണ്ട. വൈഫിൻ്റെ ഇന്നത്തെ ഡ്രസ്സും കാര്യങ്ങളും കണ്ടിട്ടാണെന്ന് തോന്നുന്നു, ഇതുവരെ കാണാത്തൊരു ഡ്രസ്സ് കണ്ടിട്ടാണെന്ന് തോന്നുന്നു കുറേ ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് വന്ന് ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചെറുതായിട്ടുള്ള രീതിയിൽ മഴയുണ്ട്, മഴ തൂളിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ മഴ തന്നെ കുറച്ചുകൂടെ ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് ഈ മഞ്ഞായിട്ട് വീഴുന്നത്. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ പറയുന്ന പോലെ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ ഓരോ കാഴ്ചകളും കാണുമ്പോഴാണ് നമുക്ക് നമ്മളുടെ നാട്ടിൽ എന്തൊക്കെ ടൂറിസത്തിന് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ ശരിയാണ്. കാരണം ഇവിടെ ഒരു മാൻമെയ്ഡ് ലേക്കിന് ചുറ്റുമാണ് ഈ ഒരു മാജിക് സിറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതേ കൂടെ അത് ഇഷ്ടം പോലെ പണികളും ഇഷ്ടം പോലെ എന്താ പറയുക ഭംഗി പണികൾ ഇഷ്ടം പോലെയാണ്.
ഓരോ കടകളും അതിൻ്റെ ആ ഒരു ഭംഗി കൊണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് കയറാനും കാര്യങ്ങളൊക്കെ തോന്നും. ഇത് നമ്മളുടെ ഒരു മെറൈൻ വേൾഡ് പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറി പൈസ കളയുന്നില്ല. ഇന്ന് കുറച്ച് ട്രാവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ നമുക്കിങ്ങനെ പേയ്മെൻറ്റ് ടൈൽസും കാര്യങ്ങളൊക്കെ വിരിച്ച് അതിനൊരു കച്ചവട സ്ഥലമാക്കി മാറ്റാവുന്ന കുറേ സാധ്യതകളും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ ഇതൊന്നുമില്ലാത്ത ഒരു സ്ഥലത്താണ് ഇവർ എല്ലാം ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്ത് കുട്ടികളെയും പിന്നെ മുതിർന്നവരെയൊക്കെ അട്രാക്റ്റ് ചെയ്യുന്ന പല പല കാര്യങ്ങളൊക്കെ ആയിട്ട് ഡിസൈൻ ചെയ്ത് വന്നിരിക്കുന്നത്. ഈ ഒരു മാജിക് സിറ്റി ഡിസൈൻ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ 2 വ്യക്തികൾ കൂടിയിട്ടാണ്. ഒരു ടർക്കിഷ് ആർക്കിടെക്റ്റും പിന്നെ ഒരു റഷ്യൻ ആർക്കിടെക്റ്റും കൂടിയിട്ടാണ്. നടന്നു പോകുന്ന എല്ലാ വഴികളിലും ഒരു സൈഡിൽ ബെഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്, നമുക്ക് റിലാക്സ് ചെയ്യാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു പാർക്കും ഒരു എല്ലാവർക്കും വന്നിരിക്കാവുന്നൊരു പാർക്ക് അല്ലെങ്കിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, ഷോപ്പിംഗ് മാള്, പിന്നെ നമ്മളുടെ കുട്ടികൾക്ക് കളിക്കാവുന്ന ഗെയിംസ് കാര്യങ്ങളൊക്കെ കോർത്തിണക്കിയിട്ടുള്ള ഒറ്റൊരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ സമയം പോകുന്നത് നമ്മൾ അറിയില്ല. മഴ കുറച്ച് കനത്ത് തുടങ്ങി. ഞങ്ങളൊക്കെ നനഞ്ഞ് കുളിച്ചായാലും എന്തായാലും നടക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു സ്ഥലത്തേക്ക് ഇന്നേ വരുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വേറെ കുറേ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമ്മൾ എല്ലാം കണ്ട് ഇവിടെ എൻജോയ് ചെയ്തിട്ടേ പോവുള്ളൂ എന്ന് വിചാരിച്ച് നടക്കുവാണ്. ഇവരുടെയൊക്കെ ഓരോ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് വരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, അത്ര മനോഹരമായിട്ടാണ് ഇവർ ഓരോന്നും ചെയ്തെടുത്തിരിക്കുന്നത്. കണ്ടില്ലേ? ഇപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാൻമെയ്ഡ് ലേക്ക്. അതിൻ്റെ ചുറ്റിനും വീടുകളും പിന്നെ ഒരു മാളും ഇതൊക്കെ പോലെ ഉള്ളൊരു സെറ്റപ്പിലാണ് ഇവർ ചെയ്തെടുത്തിരിക്കുന്നത്. സാധാരണ ഒരു മാളിൽ പോകുന്നതിനേക്കാളും ഒരു ഭയങ്കര ഒരു രസവും ഫീലുമാണ് ഇതുപോലെയുള്ള ഓപ്പൺ മാളിൽ പോകാൻ. ഇതിൻ്റെയൊക്കെ നടുക്കിൽ പല ഫൗണ്ടനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ രാത്രി കാലങ്ങളിലാണ് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ചുകൂടെ ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. സെൻറ്ററിലൊക്കെ നമുക്ക് കാണാം ഇങ്ങനെ പല പല ഫൗണ്ടൻസും പിന്നെ പെഡൽ ബോട്ടൊക്കെ കിടക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു രാത്രി കാലങ്ങളിലാണ് പ്രവർത്തിക്കുള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ നമ്മളുടെ പിന്നിൽ നേരെ ഒരു കാസ്റ്റൽ പോലെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണില്ലേ, ഹോളിവുഡ് സിനിമയിലൊക്കെ കാണുന്ന അതേപോലെയുള്ള കാസിൽ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണെന്നൊക്കെ ഒന്ന് പോയി നോക്കാം നമുക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മാളാണെങ്കിൽ കൂടെ അതിൻ്റെ സൈഡുകളിൽ ഇതിങ്ങനെ ചെറിയ ചെറിയ നമ്മളുടെ ഉത്സവ പറമ്പിലൊക്കെ കാണില്ലേ, ആ ഒരു രീതിയിലുള്ള എല്ലാതരം ഗെയിംസും പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ആ കുതിരയും എല്ലാം ഉണ്ട്. എല്ലാ സാധനങ്ങളും ഉള്ള ഒരു സ്ഥലമാണ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ കൂടുതലും ഈ ഗെയിംസും കാര്യങ്ങളൊക്കെ കളിക്കുന്നു തോന്നുന്നു. നമ്മുടെ നാട്ടിൽ എത്രത്തോളം ഇത്തരത്തിലുള്ള സാധനങ്ങൾ വിജയിക്കുന്ന അറിയില്ല. പക്ഷേ കുട്ടികൾക്കൊക്കെ എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കുറച്ച് നേരമൊക്കെ നോക്കിയിട്ടും മഴയൊന്നും തീരണ കാണാനില്ല. അപ്പോൾ എന്തായാലും ഒരു ഫൺ ആക്ടിവിറ്റി ചെയ്യാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഒരു ഇൻഡോർ സാധനത്തിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തു. ഒരു 3 സ്ഥലങ്ങളാണ് എടുക്കാൻ പറ്റിയത് ഞങ്ങൾക്ക്. അപ്പോൾ ഒരു മ്യൂസിയം പോലെ, ഒരു ഫ്യൂച്ചർ മ്യൂസിയമോ അങ്ങനെ എന്തോ ആണ് പേരെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു മ്യൂസിയം പോലെ പല പല സാധനങ്ങൾ ഇങ്ങനെ നമ്മൾ കൈയിടുമ്പോൾ അതിൽ സൗണ്ട് വരും. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം. പിന്നെ ഈ മിററ് നമ്മൾ ഇവിടെ നിന്ന് കാണുമ്പോൾ ജസ്റ്റ് ഒരു മിററായിരിക്കും, പക്ഷേ പിന്നിൽ നമ്മളെ കണ്ടുകൊണ്ട് ആൾക്കാർ നിൽക്കുന്നുണ്ടായിരിക്കും. അതിൻ്റെ ആ സൈഡിൽ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. സ്ക്രീനിൽ പലതും കാണിക്കുന്നുണ്ട്, പക്ഷേ എന്താണെന്നൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ഉസ്ബെക്ക് ഭാഷയിലായതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കളിക്കാൻ പറ്റിയ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഫ്യൂച്ചർ മ്യൂസിയം എന്ന് പറഞ്ഞ് ചെയ്യുന്നത്.
അപ്പോൾ ഒരു നമ്മളുടെ മുന്നിലാണെങ്കിൽ ഒരു സാൻഡിൻ്റെ ഒരു ബോക്സ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മളുടെ സാധാരണ ഈ പെയിൻറ്റിങ് ബ്രഷൊക്കെ പോലെയുള്ള സംഭവമുണ്ട്. അപ്പോൾ ഈ മണലിൽ നമ്മൾ ഇങ്ങനെ ഡസ്റ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഒരു ഫോസില അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ സാധനമൊക്കെ കണ്ടുപിടിക്കുന്ന പോലെ ഒരു ആക്ടിവിറ്റി പോലെ. അപ്പോൾ ഇതൊക്കെ ഒരു ചെറിയ ഫൺ ആക്ടിവിറ്റീസ് ഫോർ കിഡ്സ്. ആദ്യം കണ്ടപ്പോൾ ഞാൻ എന്തോ വലിയ സംഭവമൊക്കെയാണെന്ന് വിചാരിച്ചത്. പിന്നെയാണ് മനസ്സിലായത് ജസ്റ്റ് ഇങ്ങനെ പിള്ളേരുകൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ.